Hi, welcome to all of you to A Dream of Ice. If you feel any resemblance between the characters or any objects in this video and any person, living or dead, is a miracle only. ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും വ്യക്തികളോ ഒബ്ജക്റ്റോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാദർച്ഛികം മാത്രം. നമ്മൾ മലയാളികൾക്ക് ചായ എന്നത് ഒരു വികാരം തന്നെയാണ്. നമ്മൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഏവർക്കും ചായ ഒരു വികാരമാണ്. നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴോ സുഹൃത്തുക്കളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴോ ഒക്കെ ചായ എന്നുള്ളത് നമ്മുടെ ഇടനിലയിലുള്ളൊരു കാര്യമാണ്. ചായ ഒരു വികാരമാണോ? അതെ. തികച്ചും ഊഷ്മളമായ ഉച്ചവെയിലിൻ്റെ കഠിനമായ ചൂട് മുതൽ ശാന്തമായ ഒരു നിമിഷത്തിൻ്റെ ആശ്വാസം വരെ ചായയ്ക്ക് നിരവധി വികാരങ്ങൾ ഉണർത്താനാകും. ഒരു കപ്പ് ചായ കുടിച്ച് കുടുംബം ഒത്തുകൂടുന്നതിൻ്റെ ഗ്രഹാതുരത്വമോ തിരക്കുള്ള ദിവസങ്ങൾ അത് നൽകുന്ന ശാന്തതയോ ആകട്ടെ, ചായയ്ക്ക് നമ്മെ നമ്മുടെ വികാരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക മാർഗമുണ്ട്. നിങ്ങൾക്ക് ചില വികാരങ്ങൾ ഉണർത്തുന്ന പ്രിയപ്പെട്ട ചായ ഉണ്ടോ? എന്താണ് ബോച്ചേറ്റി? അതേപോലെ ബോച്ചേറ്റിയുടെ ബിസിനസ് എന്താ നിങ്ങൾക്കറിയാമോ? ബിസിനസ് ഐഡിയ അതിനെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതേപോലെ എന്തൊക്കെ തന്നെ ആണേലും ബോച്ചേറ്റിയുടെ പിന്നിലുള്ള ഒരു ബിസിനസ് ഐഡിയ നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നൊക്കെ തന്നെ ഇരുന്നാലും ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കുറേയേറെ ഫ്രാഞ്ചൈസികൾ തുറന്ന് ബോച്ചേറ്റിയ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ടീ ആണോ മെയിൻ ബിസിനസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്നാൽ പല ആൾക്കാരും ടീപ്പൊടി മേടിക്കാതെ അതിലെ കൂപ്പൺ മാത്രമാണ് മേടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കേരളത്തിൽ ഒരു ബ്രാൻഡ് ചെയ്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ മാർക്കറ്റിലെത്തിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ബിസിനസ് നടക്കുന്നത്. ബോച്ചേറ്റിയുടെ ഓൺലൈൻ സൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ, ബോച്ചേറ്റി നമ്മൾ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു കവറ് കാണിക്കുന്നത് 40 രൂപയാണ്. അത് നമ്മൾ അതിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് OTP വെരിഫൈ ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ വെബ്സൈറ്റ് ത്രൂ നമുക്ക് ടീപ്പൊടി മേടിക്കാം. 100 ഗ്രാം ടീപ്പൊടിക്ക് 40 രൂപ. കൂടെ നമുക്കൊരു റാഫിൽ വിൻ കൂപ്പണും കിട്ടും, ലോട്ടറി പോലെ. ഇതാണ് ഇപ്പോൾ അവർ ഓഫർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളിതിൽ കാണുന്നത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ടീ പാക്കറ്റിൻ്റെ റേറ്റാണ്. ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബ്രാൻഡുകൾ, നല്ല പ്രീമിയം ബ്രാൻഡുകൾ മുതൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളതും ലോക്കൽ ടീപ്പൊടികൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. 1 kg ടീപ്പൊടിയുടെ പ്രീമിയം ബ്രാൻഡിൻ്റെയും ലോക്കൽ ബ്രാൻഡുകളുടെയൊക്കെ പ്രൈസ് നിങ്ങൾക്ക് ഇതിനകത്ത് ഗൂഗിളിൽ കഴിഞ്ഞ ദിവസം ഞാൻ സെർച്ച് ചെയ്തെടുത്ത പ്രൈസാണ് ഈ കാണുന്നത്. പ്രീമിയം ബ്രാൻഡ് മുതൽ ലോ ക്വാളിറ്റി വരുന്നുണ്ട്. ABT ടി എ ലേബൽ, അങ്ങനെ ഒത്തിരി ബ്രാൻഡുകളുണ്ട്. എല്ലാം 250 മുതൽ ഒരു 500 റേഞ്ച് വരെ ആണ്. നമ്മുടെ ലോക്കൽ മാർക്കറ്റിലാണെങ്കിൽ അത് 250 രൂപയിൽ ലോക്കൽ മാർക്കറ്റിൽ, ഇപ്പോൾ ടീ പ്ലാന്റേഷനൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും ഒരു ബൾക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ 230, 220 നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ ഒരു റേഞ്ചാണ് നമുക്കിപ്പം ടീപ്പൊടി ഇപ്പം കേരളത്തിലെ മാർക്കറ്റിൽ ഉള്ളത്. സോ ഇത്രയും മാർക്കറ്റിൽ ചീപ്പായിട്ടും ഈ റേഞ്ചിലും ടീപ്പൊടി കിട്ടുമ്പോൾ എന്തിന് നമ്മൾ ബോച്ചേറ്റി സെലക്ട് ചെയ്യണം? അതിനൊറ്റ ആൻസറേ ഉള്ളൂ: ബിക്കോസ് ഓഫ് ലോട്ടറി, കൂപ്പൺ, അതിൽ നിന്ന് കിട്ടുന്ന പണം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ 100 ഗ്രാം ചായപ്പൊടി ബോച്ചേറ്റിയിൽ നിന്ന് 40 രൂപയ്ക്ക് മേടിക്കുന്നത്. പലരും ടീപ്പൊടി മേടിക്കാതെ കൂപ്പൺ മാത്രം മേടിച്ചു മടങ്ങുന്നതും. നമ്മുടെ കേരള പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 2022 പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 3.51 ക്രോർസാണ്. ലിറ്ററസിയും നമ്മൾ കേരളത്തിൽ നല്ലപോലെ ഉണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ആനമണ്ടത്തരം ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ
ടീ പൗഡറിൻ്റെ കേരള ലോക്കൽ മാർക്കറ്റിലെ റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ടീ പ്രൈസ് നമ്മുടെ മാർക്കറ്റിൽ 1 kg യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നത് ഹോൾസെയിൽ മാർക്കറ്റിൽ ലോക്കൽ ഹോൾസെയിൽ മാർക്കറ്റിൽ നമുക്ക് 1 kg ചായപ്പൊടിക്ക് വരുന്നത് 250 രൂപയാണ്. അതൊരു നോർമൽ ബ്രാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു 300 രൂപ ആ റേഞ്ചിലേക്ക് എത്തും. ഒരു സൂപ്പർ ബ്രാൻഡ് നല്ല ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ആണെങ്കിൽ അതൊരു 500 രൂപ വരെ 1 കിലോ ചായപ്പൊടിക്ക് നമുക്ക് എക്സ്പെൻസ് ഉണ്ടാവും. അതേപോലെ അതിൻ്റെ 100 ഗ്രാമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സെയിം സാധനങ്ങൾ തന്നെ നമുക്ക് നോർമൽ ലോക്കൽ കിട്ടുന്ന ബ്രാൻഡ് ലോക്കലി നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ടീ പ്ലാന്റേഷനിൽ നിന്നും ബൾക്കായിട്ട് മേടിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 100 ഗ്രാമിന് 25 രൂപയേ ആകുന്നുള്ളൂ. നമുക്കത് വെച്ച് എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാൽ 25 താഴെയോ. നോർമൽ ബ്രാൻഡാണെങ്കിൽ നമുക്കത് മാക്സിമം 30ലേക്കേ എത്തുന്നുള്ളൂ. 30 അല്ലെങ്കിൽ 30 താഴെ ഇന്നത്തെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ. ഒരു സൂപ്പർ ബ്രാൻഡാണെങ്കിൽ പോലും അതൊരു 50 രൂപയിലേക്ക് നമുക്ക് ചായപ്പൊടി 100 ഗ്രാമിൻ്റെ എത്തുന്നുണ്ട്. സോ ഇവിടാണ് ബോച്ചറ്റിയുടെ ബിസിനസ് ട്രിക്ക്. ബോച്ചറ്റി ഓഫർ ചെയ്യുന്ന 100 ഗ്രാമിൻ്റെ ചായപ്പൊടി നമ്മൾ 100 ഗ്രാം മേടിക്കുമ്പോൾ നമുക്കാകുന്ന റേറ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ്. ലോക്കലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചായപ്പൊടിക്ക് നമുക്ക് മാക്സിമം വരുന്ന 25 രൂപയ്ക്ക് നമ്മൾ ബദലായിട്ട് നമ്മൾ മേടിക്കുന്ന ബോച്ചറ്റിയുടെ ചായപ്പൊടി എന്ന് പറയുന്നത് ഏകദേശം 100 ഗ്രാമിന് 40 രൂപയാണ്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത്? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇത്രയും റേറ്റ് എന്തിനാണ് അതിനകത്ത് ഒരു വേരിയേഷൻ വന്നേക്കുന്നത് എന്നുള്ളത്? ഇനിയും നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതൊരു കമ്പാരിസൺ ടേബിളാണ്. നമ്മുടെ ബോച്ചറ്റിയും നമുക്ക് ലോക്കലി കിട്ടുന്ന ടീയും തമ്മിലൊരു കമ്പാരിസൺ, പ്രൈസ് കമ്പാരിസൻ്റെ ഒരു ടേബിളാണ്. ഇതിനകത്തെല്ലാം റുപ്പീസിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റിൽ കുളത്തിലുള്ളത് ബോച്ചറ്റിയാണ്. സെക്കൻഡ് കുളത്തിൽ യൂണിറ്റ് വന്നിട്ട് 100 ഗ്രാം, അതിൻ്റെ റേറ്റ് 40 രൂപ. പാക്കിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു പക്ഷേ എക്സ്പെൻസ് ആവുക 1 രൂപയാണ്. നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വേണ്ടിയിട്ട് ഏത് പ്രൊഡക്റ്റും മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. അതിനുവേണ്ടി അവർക്ക് 1 രൂപ ചിലവാകുന്നുണ്ടെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. GST ചായപ്പൊടിക്ക് കേരളത്തിൽ വന്നിട്ട് 5% ആണ്. അപ്പം 40 രൂപ ചായപ്പൊടിക്ക് GST എന്ന് പറയുന്നത് 2 രൂപയേ വരുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ നമുക്കൊരു 50 പൈസ പെർ പാക്കറ്റ് ട്രാൻസ്പോർട്ടേഷന് കൺസിഡർ ചെയ്യാം. അതേപോലെ ലേബർ കോസ്റ്റ് ആ ചായപ്പൊടിക്ക് 2 രൂപ കൺസിഡർ ചെയ്യാം. ഗ്രാൻഡ് ടോട്ടൽ ഇത് എത്രയും എക്സ്പെൻസ് അവർ പാക്കിംഗ് മുതൽ അഡ്വർടൈസ്മെൻറ്റ്, GST, ട്രാൻസ്പോർട്ട്, ലേബർ കോസ്റ്റ് എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 4 രൂപയെ അവർക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ 40 രൂപ ചായപ്പൊടി മാർക്കറ്റ് റേറ്റ് ആയിട്ടുള്ള 25 രൂപയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പെൻസും കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് അവർക്ക് ഒരു ചായപ്പൊടി പാക്കറ്റിൽ 8.5 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അതായത് ബോച്ചറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബോച്ചറ്റിയുടെ പ്രൈസ് 40 രൂപ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25 രൂപ. അതായത് മാർക്കറ്റിൽ നിന്ന് ഇവർ ബൾക്കായിട്ട് മേടിച്ചിട്ടായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്. അതിൻ്റെ 25 രൂപ അതിനകത്തുനിന്ന് മൈനസ് ചെയ്യുന്നു. പിന്നെ ഇവർക്ക് ഈ ചായപ്പൊടി പാക്ക് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 4.5 രൂപയാണ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചായപ്പൊടിയിൽ അവർക്ക് മിനിമം കിട്ടുന്നത് 8.5 രൂപ പെർ പാക്കിൽ അവർക്ക് നെറ്റ് പ്രോഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ ഈ ചാർട്ടിൽ കാണാൻ പോകുന്നത് ഈ ബിസിനസ്സിൻ്റെ ഒരു കീ പ്ലാനാണ്. ഇതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് നമ്മളിപ്പം തൊട്ട് മുമ്പത്തെ ടേബിളിൽ കണ്ടത് അവർക്ക് എത്ര രൂപ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് പെർ പാക്കറ്റ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കസ്റ്റമർക്ക് ഉണ്ടാകുന്നൊരു നഷ്ടം. നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഒരു ചായപ്പൊടി മേടിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് നഷ്ടമാകുന്ന രൂപയാണ് 8.5 അവർക്ക് നല്ലൊരു പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അവരുടെ കീ പ്ലാൻ എന്താണെന്നാണ് നമ്മൾ ഈ ടേബിളിൽ നോക്കാൻ പോകുന്നത്. ഒരു പാക്കറ്റ് ടീയിൽ യൂണിറ്റ് പ്രൈസ് 40 രൂപ വെച്ചിട്ട് അവർ GST 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അത് രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത് 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആണ് അവർ സെയിൽ ചെയ്യുന്നത്. യൂണിറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കോളത്തിൽ മെൻഷൻ ചെയ്യുന്നത് 8.5 റുപ്പീസാണ് യൂണിറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു 2022-23 ഏകദേശം 3,46,98,876 പേരാണ് ഉള്ളത്. അവർ ഇത്രയും ആൾക്കാരിലേക്ക് ഒരു മാർക്കറ്റ് എന്തായാലും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. എങ്കിൽ പോലും തമിഴ്നാട്, കേരള ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ
കേരള പോപ്പുലേഷൻ്റെ നാലിലൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. തമിഴ്നാട് കേരള മാർക്കറ്റ് ഒരു 86,74,719 പേരിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ അവർ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി ബിസിനസ് ഒരു ചായപ്പൊടി വയ്ക്കുമ്പോൾ 40 രൂപ പ്രകാരം ഒരു ചായപ്പൊടി വയ്ക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് 34,69,88,760 രൂപ കിട്ടും. 40 രൂപ പ്രകാരം 86,74,719 പേരിലേക്ക് ചായപ്പൊടി വിറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് 34,69,88,760 രൂപ. അതിൽ 17 ലക്ഷത്തി സംതിങ് GST ആയിട്ട് അവർക്ക് പോകും. ഏഴാമത്തെ കോളത്തിൽ നമ്മൾ മെൻഷൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ തന്നെ 30 ഡേയ്സ് 40 രൂപ റേറ്റിൽ 100 ഗ്രാം ചായപ്പൊടി വിൽക്കുമ്പോൾ അവർക്ക് 30 ദിവസത്തേക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 1,046,96,800 രൂപയാണ്. അതിന് 52 ലക്ഷത്തി സംതിങ് രൂപ GST ആയിട്ടും പോകും. ഇത് ടോട്ടൽ ഒരു യൂണിറ്റ് 100 ഗ്രാം ചായപ്പൊടി 40 രൂപ പ്രകാരം വിൽക്കുമ്പോൾ ഉള്ളതാണ്. ഇനി എട്ടാമത്തെ കോളത്തിൽ നമ്മൾ അതിനെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ പെർ ഡേ പ്രോഫിറ്റ് എന്ന ഒരു പാക്കറ്റിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 8.5 രൂപ വെച്ചിട്ട് ഒരു ഡെയിലി ബിസിനസ് അനലൈസ് ചെയ്യുമ്പോൾ, അതായത് 86 ലക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ചാമത്തെ കോളത്തിൽ മെൻഷൻ ചെയ്തേക്കുന്ന 86 ലക്ഷം പേരെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ചിട്ട് 8.5 രൂപ വെച്ചിട്ട് അവർക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് 7,37,35,111 രൂപ പെർ ഡേ അവർക്ക് പ്രോഫിറ്റാണ്. ഇത് തന്നെ ഒമ്പതാമത്തെ കുളത്തിൽ മെൻഷൻ ചെയ്യുന്നത് 8.5 രൂപ വെച്ചിട്ട് ഒരു പാക്കറ്റിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ 30 ദിവസത്തേക്കുള്ള മാർക്കറ്റിലെ പ്രോഫിറ്റ് എന്ന് അവർക്ക് പറയുന്നത് 221,20,53,345 രൂപയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തുകയാണ് കേട്ടോ. അവർ ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും കേരളം തമിഴ്നാട്ടിൽ ഈ 86 ലക്ഷം പേരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം നടക്കുന്ന ഒരു ബിസിനസ്സാണ്. ഇതിന് മുകളിലോ ഇതിന് താഴെയാവാം, എന്നാൽ പോലും അത്ര രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 10ാമത്തെ കോളത്തിൽ മെൻഷൻ ചെയ്യുന്നത് അവരുടെ ഒരു വർഷത്തെ പ്രോഫിറ്റ് മാത്രം 8.5 രൂപ പെർ പാക്കറ്റിൽ വെച്ച് പ്രോഫിറ്റ് ഒരു വർഷത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത സംഖ്യയാണ്. 2,654,46,40,140 രൂപ. ഒരു 40 ഗ്രാം ചായപ്പൊടിയിൽ നിന്ന് ഒരു കസ്റ്റമർക്ക് നഷ്ടമാവുന്ന 8.5 രൂപ വെച്ചിട്ട് അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമുക്ക് നഷ്ടമാകുന്ന പൈസയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ പറയും അതിന് ലോട്ടറി അവർ ഓഫർ ചെയ്യുന്നില്ലേ, നല്ല പ്രൈസ് ഓഫർ ചെയ്യുന്നില്ലേ. പോകെ വരുന്ന ചാർട്ടുകളിൽ അതിൻ്റെ ഒരു ഗെയിം പ്ലാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നേരത്തെ ചാർട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. 40 രൂപ ചായപ്പൊടി 100 ഗ്രാം, അതിൻ്റെ GST എന്ന് പറയുന്നത് 2 രൂപ 5% വെച്ച് പേ ചെയ്യുമ്പോൾ അതിൻ്റെ GST എന്ന് പറയുന്നത് 2 രൂപയാണ് ഗവൺമെൻറ്റിന് പോകുന്നത്. ഇതിൽ കാണുന്നത് ബോച്ചറ്റിയുടെ പ്രോഫിറ്റാണ്. അതായത് ബോച്ചറ്റിയുടെ 40 രൂപ വിലയുള്ള 100 ഗ്രാം ചായപ്പൊടി മാർക്കറ്റ് റേറ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നു. അത് ഇവർ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ 25 രൂപയ്ക്ക് കിട്ടുന്ന ചായപ്പൊടിയാണ്. അത് മൈനസ് ചെയ്ത് പ്ലസ് അവർക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ് നമ്മൾ ആ ചാർട്ടിൽ കണ്ട പോലെ പാക്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, അഡ്വർടൈസ്മെൻറ്റ് എന്നീ മുതലായ എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ 4.5 റുപ്പീസാണ്. അത് മൈനസ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 8.5 റുപ്പീസാണ്. അതാണ് ഇതിൽ കാണുന്നത്. ഇതിൽ നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരള പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ മാർക്കറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കേരള തമിഴ്നാട് ഒക്കെ അത് വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ടോട്ടൽ നമ്മൾ കേരള തമിഴ്നാട് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പോപ്പുലേഷന് ഈ കേരളത്തിലെ 3,46,00,000 2022-23. അപ്പോൾ അതിന് മുകളിലായിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അത് 4 പറയുക 86 ലക്ഷം ആൾക്കാരിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ 86 ലക്ഷം നമുക്ക് തമിഴ്നാടും കേരള 2 മാർക്കറ്റും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് നമ്മൾ മുമ്പിൽ പറഞ്ഞതുപോലെ തന്നെ പ്രതിപാദിച്ച പോലെ തന്നെ 40 രൂപ റേറ്റുള്ള 100 ഗ്രാം ചായപ്പൊടി ഒരു ദിവസം 86 ലക്ഷം പേരിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ GSTയും അതിൻ്റെ അവർക്ക് ടോട്ടൽ നടക്കുന്ന ബിസിനസ്സിൻ്റെയും കാണിക്കുന്നതാണ്. 86 ലക്ഷം പേരിലേക്ക് ആ ചായപ്പൊടി വിൽക്കുമ്പോൾ 40 രൂപ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബിസിനസ്സിൻ്റെ ഇതാണ് മെൻഷൻ ചെയ്തേക്കുന്നത്.
ഇതിൽ നമ്മൾ കാണുന്നത് ഈ സെയിം ഇത് തന്നെ, അതായത് 40 രൂപ വെച്ചിട്ട് 30 ദിവസം ഇവരുടെ ബിസിനസ്സിൻ്റെ ടോട്ടൽ ബിസിനസ് റേറ്റ് എത്രയാണെന്നുള്ളതാണ്. 1040 കോടി 96,62,800 രൂപയാണ് 40 രൂപ വെച്ചിട്ട് 100 ഗ്രാം ചായപ്പൊടി ഇത്രയും നമ്മൾ പറഞ്ഞ 86 ലക്ഷം പേരിലേക്ക് ചെയ്യുമ്പോൾ അവർക്ക് ബിസിനസ്സിലുണ്ടാകുന്നത് കിട്ടുന്നത്. അതിൻ്റെ 1 മന്തിലെ അവരുടെ GST എന്ന് പറയുന്നത് 52 ലക്ഷത്തി സംതിങ് ആണ് GST ആയിട്ട് മാറുന്നത്. നമ്മൾ കാണുന്നത് 8.5 റുപ്പീസ് വെച്ചിട്ട് അവരുടെ ഒരു ദിവസത്തെ പ്രോഫിറ്റ് റിട്ടേൺസ് ആണ്. 8.5 രൂപ വെച്ചിട്ട് 56 ലക്ഷം പേരിലേക്കുള്ള ബിസിനസ് നടത്തി കഴിഞ്ഞാൽ ഒരു ദിവസം അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 73,511 രൂപയാണ് പെർ ഡേ അവരുടെ പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു മാസത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 73,73,511 രൂപ വെച്ചിട്ട് 30 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 221,20,53,345 രൂപയാണ് ഒരു പാക്കറ്റ് വിൽക്കുമ്പോൾ 8.5 രൂപ കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് 86 ലക്ഷം പേരിലേക്ക് ബിസിനസ് ചെയ്യുമ്പോൾ ഒരു മാസത്തെ അവരുടെ പ്രോഫിറ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. അതേ ബിസിനസ് പ്രോഫിറ്റ് തന്നെ ഇത്രയും 86 ലക്ഷം ആൾക്കാരിലേക്ക് ചെയ്യുമ്പോൾ ഒരു വർഷം കൊണ്ട് അവർക്ക് സമ്പാദിക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് റിട്ടേൺസ് എന്ന് പറയുന്നത് 2,684 കോടി 46,40,140 രൂപയാണ്. ഇതൊക്കെ ബേസ്ഡ് ഓൺ 86 ലക്ഷം കേരളം, തമിഴ്നാട് നമ്മളെടുത്തേക്കുന്ന മാർക്കറ്റിൻ്റെ അനലൈസ് ചെയ്യുന്ന ആ ഒരു കണക്ക് വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിലെ ചെറിയ വേരിയേഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. ഇത്രയും നമ്മൾ കണ്ടത് ബോച്ചേറ്റിയുടെ ബിസിനസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഡെയിലി ഉള്ള പ്രോഫിറ്റ്, മന്ത്ലി ഉള്ള പ്രോഫിറ്റ്, ഇയർലി ഉള്ള പ്രോഫിറ്റ്, ഇയർലി മന്ത്ലി ഉള്ള ബിസിനസ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഇപ്പം നമ്മൾ കാണുന്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ ബോച്ചേറ്റി നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഡീറ്റെയിൽ ആണ്. ഇത് ഞാനുണ്ടാക്കിയതാണ്, കേട്ടറിഞ്ഞ പ്രൈസുകൾ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഞാൻ അവരുടെ സൈറ്റുകളിൽ കയറി നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു അത്യാവശ്യം അവർ പറയുന്ന സോഷ്യൽ മീഡിയകളിൽ വെച്ചിട്ട് ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഡീറ്റെയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. മാക്സിമം ദി ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കണം, രണ്ടാമത്തെ കോളത്തിൽ ഫസ്റ്റ് പ്രൈസായിട്ട് ഡെയിലി അവർ പറയുന്നത് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ അവർ പറയുന്നുണ്ട്. മൂന്നാമത്തെ കോളത്തിൽ കാണുന്നത് സെക്കൻഡ് പ്രൈസ് വന്നിട്ട് 1 ലക്ഷം രൂപയാണ് ഒരാൾക്ക് നൽകുന്നത്. 10 ലക്ഷം രൂപ ഒരാൾക്കാണ്. ഇതെല്ലാം പെർ ഡേയിൽ പറയുന്നത്. നാലാമത്തെ വന്നിട്ട് തേർഡ് പ്രൈസ് വന്നിട്ട് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് 10,000 രൂപയാണ് വെച്ചിട്ട് 10 പേർക്ക്. ഓക്കെ. ഫോർത്ത് പ്രൈസ് വന്നിട്ട് 5,000 രൂപ വെച്ചിട്ട് 10 പേർക്ക്. ഫിഫ്ത്ത് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,000 രൂപ വെച്ചിട്ട് 1,000 പേർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന രീതിയിൽ. സിക്സ്ത് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപ വെച്ചിട്ട് 10,000 പേർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന രീതിയിൽ. സെവൻത്ത് പ്രൈസ് എന്ന് പറഞ്ഞാൽ 50 രൂപ വെച്ചിട്ട് 10,000 പേരിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന രീതി. ഇത് പെർ ഡേ ഒരു പ്രൈസാണ്. ഫസ്റ്റ് കുളത്തിൽ കാണുന്ന ഗ്രാൻഡ് പ്രൈസാണ് 25 കോടി എന്നുള്ളത്. അതൊരു വർഷത്തെ പ്രൈസ് ആയിരിക്കാമെന്ന് തോന്നുന്നു. 25 കോടിയുടെ ഒരു നറുക്കെടുപ്പ് എടുത്തായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നിങ്ങൾക്ക് ഉദ്ദേശിക്കാം. ഇത് ബെസ്റ്റ് ഇൻ ദി മാക്സിമം ആണ്. അവരുടെ സൈറ്റുകളിൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം സോഷ്യൽ മീഡിയയിൽ കാണുന്ന വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ആക്ച്വലി ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്ന ഒരു പെർ ഡേ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് 10 ലക്ഷം വെച്ചിട്ട് ഒരാൾക്കൊരു പ്രൈസ് നൽകുമ്പോൾ 10 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ വെച്ചിട്ട് ഒരാൾക്കൊരു ദിവസം നൽകുന്നത് 1 ലക്ഷം രൂപ, തേർഡ് പ്രൈസായിട്ടുള്ള 10,000 രൂപ വെച്ചിട്ട് 10 പേർക്ക് നൽകുമ്പോൾ അത് 1 ലക്ഷം രൂപ ഒരു ദിവസം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് തന്നെ ഫോർത്ത് പ്രൈസായിട്ടുള്ള 5,000 വെച്ചിട്ട് 10 പേർക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് 50,000 ആകുന്നുണ്ട്. ഫിഫ്ത്ത് പ്രൈസായിട്ടുള്ള 1,000 രൂപ വെച്ചിട്ട് 10,000 പേർക്ക് കൊടുക്കുമ്പോൾ അതും ഈ പറയുന്ന പോലെ 1 ലക്ഷം രൂപയാകുന്നുണ്ട്. 100 വെച്ചിട്ട് 10,000 പേർക്ക് കൊടുക്കുമ്പോഴും അതും ഒരു ദിവസം 1 ലക്ഷം രൂപയിലേക്ക് എത്തുന്നുണ്ട്. സെവൻത്ത് പ്രൈസായിട്ടുള്ള 50 രൂപ വെച്ചിട്ട് 1000 പേരിലേക്ക് എത്തുമ്പോൾ അത് 50,000 രൂപ എത്തുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പെർ ഡേ വരുന്ന ഒരു ടോട്ടൽ കാൽക്കുലേഷൻ.
നെക്സ്റ്റ് കോളത്തിൽ 9ാമത്തെ കോളത്തിൽ കാണുന്ന ടോട്ടൽ പ്രൈസ് നമ്പർ ഇൻ എ 1 മന്ത് എന്ന് പറയുന്നത് ഈ ഇത്രയും പ്രൈസുകൾ പെർ ഡേ കൊടുക്കുന്ന പ്രൈസുകളെല്ലാം കൂടെ ഒരു മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം വരുന്നത് 21,022 പ്രൈസുകളാണ് അവർ ഒരു മാസത്തേക്ക് ടോട്ടലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു മാസത്തേക്കുള്ള ടോട്ടൽ പ്രൈസുകളുടെ നമ്പറാണ്. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ആ ടോട്ടൽ പ്രൈസ് ഒരു വർഷത്തേക്ക് എത്രയാണ് അവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുള്ളതാണ്. അത് ഏകദേശം 2,52,265 പ്രൈസുകളാണ് ഒരു വർഷം ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ടോട്ടൽ മാർക്കറ്റിലേക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത 11ാമത്തെ കോളത്തിൽ നിങ്ങൾ കാണുന്നത് ഡെയിലി പ്രൈസ് എമൗണ്ട്. ഡെയിലി അവർ എത്ര രൂപ മാർക്കറ്റിലേക്ക് പ്രൈസ് മാത്രമായിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് നോക്കുകയാണെങ്കിൽ ഏകദേശം വരുന്നത് 3,75,000 രൂപയാണ്. സോറി, 3 ലക്ഷമല്ല, 37,50,000 രൂപയാണ് മാർക്കറ്റിലേക്ക് അവർ പെർ ഡേ അവർ പ്രൈസായിട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇതിൻ്റെ പ്രോഫിറ്റ് എത്ര എന്നുള്ളത് പെർ ഡേ ഉള്ളത് ഏകദേശം 77 ലക്ഷം മുകളിലാണ്. അപ്പോൾ അവർ തിരിച്ച് പ്രൈസായിട്ട് മാർക്കറ്റിലേക്ക് തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏകദേശം 37,50,000 രൂപ സംതിങ് ആണ്. ഇയർലി പ്രൈസ് എമൗണ്ട് എന്ന് പറയുന്നത് ഈ ടോട്ടൽ എമൗണ്ട് ഇൻറ്റു 30 ദിവസം ഇൻറ്റു 12 മാസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ ഗ്രാൻഡ് പ്രൈസുകൾ 25 കോടിയും കൂടെ ചെയ്യുമ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറയുന്നതാണ് ഈ മെൻഷൻ ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു വർഷത്തെ കാൽക്കുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു തരുന്ന മാർക്കറ്റിലേക്ക് തരുന്ന ലോട്ടറിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 160 കോടിയാണ്. ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷം മാർക്കറ്റിലേക്ക് തരുന്നത് 160 കോടി രൂപയാണ് ലോട്ടറി മുഖേന തരുന്നത്. ഇത് ആക്യുറേറ്റ് അല്ല, കാര്യം അവരുടെ ഒരു പ്രൈസ് ഡീറ്റെയിൽ പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൈസുകൾ വെച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കണം. മേ ബി ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ഇത് കൂടുതൽ വിശദമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചാർട്ട് കാണിക്കുന്നത്, അതായത് അവരുടെ പ്രോഫിറ്റ് എമൗണ്ട് വെച്ചിട്ടുള്ള ഓരോ ദിവസത്തെയും മാസത്തെയും വർഷത്തെയും ബിസിനസ്സുകളും അതിൻ്റെ റേറ്റും പ്ലസ് അവർ ലോട്ടറി മുഖേന ജനങ്ങളിലേക്ക് തിരിച്ചു നൽകുന്ന എമൗണ്ടും മിച്ചം അവർക്ക് വരുന്ന പ്രോഫിറ്റും, അതാണ് ഈ വരുന്ന ചാർട്ടിൽ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ ടോട്ടൽ ലോട്ടറി പ്രൈസ് പെർ ഡേ എന്ന് പറയുന്നത് 37,50,000 രൂപയാണ് പെർ ഡേ അവർ ലോട്ടറി എമൗണ്ടായിട്ട് നമുക്ക് തരുന്നത്. എന്നാൽ പെർ ഡേ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,37,35,111 ലാസ്റ്റത്തെ കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നെറ്റ് പ്രോഫിറ്റ്. അതായത് അവരുടെ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് ലോട്ടറിയും കഴിഞ്ഞിട്ട് അവർക്കൊരു ദിവസം 6,99,85,111 രൂപ അവർക്ക് നമ്മൾ ഈ പറഞ്ഞ കണക്കുകൾ കൂടെ ബിസിനസ് ചെയ്താൽ അവർക്ക് മിച്ചമുണ്ട്, ലോട്ടറിയും എല്ലാം കഴിഞ്ഞിട്ട്. രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത് ടോട്ടൽ ലോട്ടറി പ്രൈസ് ഇൻ 1 മന്ത്. അത് 11,25,00,000 രൂപയാണ് ഒരു മാസം അവർ ലോട്ടറി ആയിട്ട് ജനങ്ങളിലേക്ക് തരുന്നത്. അതിൻ്റെ 30 ഡേയ്സ് ബിസിനസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 221,20,53,345 രൂപയാണ്. അത് ആ ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് ഈ ലോട്ടറി എമൗണ്ടും കൂടെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന മിച്ചം എമൗണ്ട് എന്ന് പറയുന്നത് 290,95,53,345 രൂപയാണ്. ഇനി മൂന്നാമത്തെ കോളം അവർ ഒരു വർഷത്തെ ഇൻക്ലൂഡ് ഗ്രാൻഡ് പ്രൈസ് 25 കോടി ഗ്രാൻഡ് പ്രൈസും കൂടെ ചേർത്തിട്ടുള്ള ടോട്ടൽ അവർ ഒരു വർഷം കൊണ്ട് ചിലവാക്കുന്ന ലോട്ടറി എമൗണ്ട് എന്ന് പറയുന്നത് 160 കോടിയാണ്. അത് ഒരു വർഷത്തെ അവരുടെ ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,654,46,40,140 രൂപയാണ്. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോലും അവർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലോട്ടറിയുടെ പ്രൈസും കൂടെ അതിനകത്തുനിന്ന് ഡിസ്കൗണ്ട് ചെയ്താൽ പോലും അവർക്ക് മിച്ചം വരുന്നത് 2,494,46,40,140 രൂപ അവർക്ക് മിച്ചം വരും. ഈ നാലാമത്തെ കോളത്തിൽ ഓൾ കാണിക്കുന്നത് പെർ ഡേ, പെർ മന്ത്, പെർ ഇയർ അവർക്ക് എല്ലാ ബാധ്യതകളും കഴിഞ്ഞിട്ട് അവർക്ക് ബിസിനസ്സിൽ നിന്ന് റിട്ടേൺ വരുന്ന എമൗണ്ടാണ്.
ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന 8.5 രൂപ നഷ്ടം നമ്മളെ കബളിപ്പിച്ച് ഒരു ലോട്ടറി എന്നൊരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നമ്മുടെ മാനസികാവസ്ഥയെ അവരുടെ തീപ്പൊടി മേടിച്ച് അവരുടെ വൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ടെക്നിക്ക്. ഇത് തട്ടിപ്പല്ല, ഒരു ടെക്നിക്ക്. ഇത്രയും ആൾക്കാരിലേക്ക് ബിസിനസ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ കിട്ടിയപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് മാസീവായിട്ട് ബിസിനസ് മാർക്കറ്റിലേക്ക് ചെറിയ സമയം കൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് ജനങ്ങളെ അട്രാക്റ്റ് ചെയ്ത് ഇത്രയും ലോട്ടറി എമൗണ്ട് പ്രഖ്യാപിച്ച് അവർ ആൾക്കാരെ സ്വാധീനിച്ചെടുത്തു, മെൻ്റലി സ്വാധീനിച്ചെടുത്തു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് ഇത്രയും. ഇനി ഫ്രാഞ്ചൈസികൾക്ക് ഇതിൽ നിന്ന് ഒരു പറയുന്ന ഒരു സേർട്ടൺ എമൗണ്ട് കൊടുത്താൽ പോലും അവർക്ക് നല്ല നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തൊരു പ്രോഫിറ്റാണ് ഇതിലുണ്ടത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചാൽ ഇതിൻ്റെ പ്രോഫിറ്റ് റേറ്റ് എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമായിരിക്കും. ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയറായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും, ഞാനും ഉൾപ്പെടെ, ഈ ടീപ്പൊടി മേടിച്ച് ഇത് എൻ്റർടൈൻ ചെയ്ത ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാകും, ഹൂസ് ദ റിയൽ പ്ലെയർ എന്നുള്ളത്. അതെ, ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ പ്ലെയർ ഉണ്ട്. അതൊരു ബിസിനസ് ട്രിക്കാണ്. അതാണ് ഇപ്പോൾ ഇത് ഇത്രയും നിയന്ത്രിക്കുന്നത്. ഒരു മാസീവായിട്ടുള്ളൊരു ബിസിനസ് മാർക്കറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് നല്ലൊരു ഗെയിം പ്ലേയിങ് ആണിത്. അതാരാ? നമ്മളാണോ? ലോട്ടറിക്ക് വേണ്ടി പരക്കം പാഞ്ഞ 100 ഗ്രാം ചായപ്പൊടിയെ 8.5 രൂപ നഷ്ടപ്പെടുത്തി മേടിക്കുന്ന നമ്മളാണോ റിയൽ പ്ലെയർ? അതോ ഇതിൻ്റെ ബിസിനസ് തലപ്പത്തിരിക്കുന്ന ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ നടത്തിയവരാണോ ആക്ച്വലി ഇതിൻ്റെ ഒരു റിയൽ പ്ലെയർ? നിങ്ങൾക്ക് ആരാന്ന് തോന്നുന്നു? റിയൽ പ്ലെയർ ആരാന്ന് ചോദിക്കുന്നതിനൊപ്പം തന്നെ ഇനി ഒരു കാര്യം കൂടി ചോദിക്കണം. ആരാണ് ഇതിൻ്റെ റിയൽ വിന്നർ? ഇതിനു വേണ്ടി പരക്കം പാഞ്ഞ ഡെയിലി 10ഉം 200ഉം രൂപയ്ക്ക് 10ഓ 5ഓ 8ഓ പാക്കറ്റ് ചായപ്പൊടി മേടിക്കുന്നവർ, അല്ലെങ്കിൽ ചായപ്പൊടി വേണ്ടേ ഞങ്ങൾക്ക് കൂപ്പൺ മാത്രം കിട്ടിയാൽ മതി അതെന്ന് പറഞ്ഞ് മേടിക്കുന്നവർ, ഓൺലൈനിൽ ഇത് മേടിക്കുന്നവർ, ഫ്രാഞ്ചൈസികളിൽ പോയി ക്യൂ നിന്ന് മേടിക്കുന്നവർ, ഇന്നത്തെ ആരാണ് റിയൽ വിന്നർ? അതോ ഇതിൻ്റെ പിന്നിലുള്ള കമ്പനിയോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിനകത്ത് ആരാ റിയൽ വിന്നർ? ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. ഈ ബോച്ചറ്റിയുടെ ബിസിനസ്സിൽ ഒരൊറ്റ വിന്നറേ ഉള്ളൂ. ഒരു റിയൽ വിന്നറും ഒരു റിയൽ പ്ലെയറും ഒറ്റ ആളാണ്. ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, അപ്പോൾ നിങ്ങളും ഞാനുമൊക്കെ ആരാണ്? ഈ ഗെയിമിൽ ആക്ച്വലി നിങ്ങളും ഞാനുമൊക്കെ വെറും ജോക്കേഴ്സ് മാത്രമാണ്. ഇതിൻ്റെ റിയൽ പ്ലെയറും റിയൽ വിന്നറും എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി ബോച്ചെറ്റി ഓണർ തന്നെയാണ്, വേറെ ആരുമല്ല. ചെറിയൊരു ബിസിനസ് ട്രിക്കിലൂടെ, ചെറിയൊരു പ്രോഫിറ്റിലൂടെ നമ്മൾക്ക് മിസ്സാകുന്നൊരു എമൗണ്ട് ബൾക്കായിട്ട് സേവ് ചെയ്ത് അത് കളക്ട് ചെയ്ത് ലോട്ടറി എന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നമ്മുടെ മാർക്കറ്റിലേക്ക് തിരിച്ചെത്തിച്ച് നമ്മളുടെ മാനസികമായ ബലഹീനതയെ ചൂഷണം ചെയ്ത് ബിസിനസ് നടത്തുന്ന ഈ ബോച്ചെറ്റി തന്നെയാണ് റിയൽ പ്ലെയറും റിയൽ വിന്നറും. ബോച്ചെറ്റിയുടെ കംപ്ലീറ്റ് ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസും എനിക്ക് രേഖപ്പെടുത്തുക. ഇതിനകത്ത് തെറ്റുകുറ്റങ്ങളുണ്ടാവും, കാൽക്കുലേഷനിൽ ചെറിയ ഡിഫറൻസുകളുണ്ടാവും. പക്ഷെ എന്നാലും ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയപ്പോൾ അനലൈസ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയത്. റിയൽ ആയിട്ട് പറഞ്ഞാൽ ഇത് ഇത്രയും മാർക്കറ്റിലേക്ക് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ബിസിനസ് റേഞ്ച് കണ്ടിട്ട് തന്നെയാണ്. ഇതിൻ്റെ ചെറുതും വലുതുമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. See you soon. Bye.